ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഡാൻസിലേക്ക്. അപ്പോൾ ഗായ്സ്, ഞാൻ അമ്പലത്തിൽ പോകാൻ നിൽക്കുന്ന പൈസ ഒക്കെ എടുത്തിട്ട് പക്ഷേ ഞങ്ങളവിടെ ഒരു പൂക്കോട് അമ്പലമുണ്ട്. കൊട്ടപ്പുറം കണ്ണേക്കാവിൻ്റെ അവിടെ ഒരു അമ്പലമുണ്ട്, തിരുവള്ളവനാട് ഭഗവതി ക്ഷേത്രം. അതല്ല, അതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ അവിടെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ പോവുക. ഈ മുട്ടിയൊക്കെ ഇങ്ങനെ ഏഴെടുത്ത് വന്നിട്ട് ചുട്ട് വയർത്തപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ചുരുട്ടിക്കൂട്ടി ഇടുകയാണ്. അപ്പം അമ്മ വരുന്നുണ്ട്, പിന്നെ അനിയത്തി ഞാനിപ്പോൾ അങ്ങനെയുള്ളൂ. ബസ്സൊക്കെ പോകുന്നുണ്ട്. ബസ്സിനുള്ള ദൂരമില്ല ഗൈസ്, അവിടെ നിന്ന് കുറച്ചൊരു ദൂരമുള്ളൂ. കുറച്ച് ദൂരമുണ്ട്, അത്യാവശ്യമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, ഇതാ അനിയത്തി, ഞങ്ങൾ പോവുകയാണ്. അമ്മ വരുന്നുണ്ട് കേട്ടോ ഗൈസ്, ഞങ്ങൾ പോയിട്ട് വരാം. ഗൈസ് കോടയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നാണയം കേട്ടോ മെയിൻ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ പോകുന്നോണ്ടിരിക്കുക. പച്ചപ്പ് തന്നെ കണ്ട ഗൈസ്, ഇങ്ങനെ പോകണാണ്. നല്ല നല്ല കാറ്റുണ്ട് ഗൈസ്, തളിർക്കുന്നുണ്ട്. ഗൈസ് പറന്നു പോകും, അത്രയും കാറ്റുണ്ട്. ബസ്സൊക്കെ വരുന്നുണ്ടോ ഗൈസ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബസ്സൊക്കെ. നമ്മൾ പോകാണ്ടിരിക്കുകയാണ്. ഞാൻ എനിക്ക് കാണിച്ചിട്ട് തിരുവള്ളവനാട് ഭഗവതി ക്ഷേത്രം. ഇവിടെ നിങ്ങൾ കണ്ടു കാണും ഗൈസ്. അപ്പം ഞങ്ങൾ ആ അമ്പലമല്ല, അമ്പലത്തിൽ ഞങ്ങൾ പോകാറില്ല. എഴുന്നേരം പൈസയൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ചെല്ലുന്നത് എന്താ പൂക്കോട് അമ്പലത്തേക്കാണ്. വേഗം ചെല്ലാം, ഓരോരുത്തർ പോയി വരുന്നുണ്ട്, നമുക്ക് വേഗം ചെല്ലാം. അമ്മ ഞാൻ ഗൈസ്, അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ സൈഡെത്തിയിട്ടോ. ഇവിടെ ഒരു വലിയൊരു ബിൽഡിങ് ഉണ്ടാകുന്നുണ്ട്, നല്ല സംഭവമാണ്. നടന്നു ദൂരമൊക്കെ ഒരു 5 മിനിറ്റേ ഉള്ളൂ, പക്ഷേ നല്ല ദൂരമാണ്. അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അമ്മയെ ആവശ്യിക്കുന്ന വരുന്നേ ഉള്ളൂ. ഞാനും ഇവിടെ നല്ലൊരു തോട് മരമ്പങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാൻ കുറച്ച് ദൂരമേ ഉള്ളൂ. ഇനി നേരെ പോട്ടെ നമുക്ക്. ഇവിടെ മണ്ണ് കണ്ട് നേരെ സ്ഥലം, കുറച്ച് നല്ല സ്ഥലം. ഈ നല്ല കാറ്റ് കേട്ടോ. ഞാൻ ഉള്ളിൽ നിന്ന് ചുറ്റു പോയോണം മുണിയിട്ടിട്ട് ഞാൻ കരുതിന് അപ്പം അങ്ങനെ ഇട്ടാൻ വരുന്നു കരുതി കേട്ടോ. എൻ്റെ അനിയത്തി അമ്മയും വരുമ്പോൾ ഐസ്ക്രീം വാങ്ങിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കൊരു ഐസ്ക്രീം വേണം. നമ്മൾ തൊഴുത് ഇത്തിരി പൈസ സദ്യ കഴിക്കില്ല. പക്ഷേ അമ്പലത്തേക്ക് കുറച്ച് ദൂരമുള്ള ഒരു ഇടവഴി കൂടെ ഇറങ്ങാം. ഇടവഴിക്ക് ഇറങ്ങുമ്പോൾ കാണിച്ചു തരട്ടോ ഗൈസ്. ആൾ പറയുന്നുണ്ട് ഗൈസ്, ഈ കടയിൽ നിന്ന് നമുക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാം എന്നാൽ പറയുന്നുണ്ട്. നമുക്ക് ഒരു ഇളനീരൊക്കെ ഉണ്ട് ഗൈസ്, ഇളനീർ കടയുണ്ട്. എനിക്ക് ഇളനീര് വന്നാൽ പറഞ്ഞു തൊട്ടടുത്ത് കൂടെയൊക്കെ ചീരിപ്പായുണ്ട് വണ്ടിയാൾ. അപ്പോൾ ഗൈസ് നമ്മൾ കയറി ഗൈസ്. ഗൈസ് നമ്മളിങ്ങനെ ഒരു കയറി ഗൈസ്. ഗൈസ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അടുത്ത കൂടെ വണ്ടികളിങ്ങനെ ചീരിപ്പായുമ്പോൾ പേടിയാവുന്നുണ്ട്. രണ്ട് പട്ടിക്കുട്ടികളുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീഡിയോ ചേർക്കാം. ഇത് അവിടെ ഇട്ടൊരു വീട്. ഉള്ളിലേക്ക് പോകണം. അവിടെ മറ്റടുത്ത വീടുകളൊക്കെ ഉണ്ടാകുന്ന പോയ അമ്പലമായിട്ട് നല്ലൊരു അമ്പലമാണ്. കാണിച്ചാട്ടോ നിങ്ങൾ പറയുന്ന കളി വരുന്നുണ്ടാവും. അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ. അങ്ങനെ ഗായ്സ്, നീണ്ട കാത്തിരിപ്പോടെ നമ്മൾ എത്തി ഗായ്സ്. ഒരു വലിയൊരു മൈതാനുണ്ട്. അനിയത്തിയൊരു സൂപ്പറാന്നൊക്കെ പറഞ്ഞു. അമ്പലത്തേക്ക് ദൂരെ നിങ്ങൾ ഓടിപ്പോട്ടോ. ഇവിടെ ആന വന്നിട്ടുണ്ട് തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. അടിപൊളി ഒരു വ്യൂ തന്നെയാണ് ഇവിടെ.
നിങ്ങൾ പാട്ട് കേൾക്കണ്ടേ ഗൈസ്? നിങ്ങൾ ഏതാണെങ്കിൽ അമ്പലത്തിനൊക്കെ വിളിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നിറയെ വണ്ടികളുണ്ട്. അപ്പോഴേ ഗൈസ് മാമ വന്നിട്ടുണ്ടായിരുന്നു. മാമ കണ്ടു കേട്ടോ ഗൈസ്. വെയിലത്ത് കരിക്കും ഒരു ബ്ലൂ ആയിട്ടല്ല കേസ് മേഘം. എല്ലാവരും മേഘം കണ്ടുള്ളൂ കേസ്. വെയിലുണ്ട് കേട്ടോ. കുറച്ചൊക്കെ നല്ല കാറ്റുണ്ടായിരുന്നു. കാറ്റ് പക്ഷെ ഇവിടെ വന്നപ്പോൾ കാറ്റ് കൂടി കേസ്. പക്ഷേ ചൂടുണ്ട് കേട്ടോ. ചൂട് പ്രഷർ കാറ്റ്. വണ്ടികളൊക്കെ അങ്ങോട്ടൊക്കെ അമ്പലത്തേക്ക് ഓരോ ആൾക്കാർ കണ്ടില്ലേ കേസ്. സ്ക്രീൻ വലുതാക്കി ഗൈസ്. അവിടെ ആൾക്കാരൊക്കെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ പോകണ നിങ്ങൾ ഇവിടെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തോളൂ കേട്ടോ ഗൈസ്. പക്ഷെ ഇട്ടിട്ടില്ല. ഒരു ദിവസം ഞാനത് ഇടാം. പക്ഷെ കുറച്ചുകൂടി ചെയ്യാണ്ട് നിങ്ങളുടെ കാസർഗോഡ് എത്തിയെങ്കിലും പക്ഷെ അങ്ങോട്ട് ഒന്ന് കയറണം. ഇനി അവർക്ക് പാട്ട് കളിക്കണ്ടാവും.